നമസ്കാരം, ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കാസർഗോഡിന്റെ വിപണന മാർക്കറ്റിൽ 9 വർഷത്തോളമായി കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഗേറ്റിനെയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യ ഗേറ്റ് ഒരുങ്ങിയിരിക്കുകയാണ്. ലേഡീസിനും ജെൻസിനും ബോൺ ബേബീസിനുമുള്ള A to Z കാര്യങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ. ബോൺ ബേബീസിന്റെ കാര്യത്തിൽ ഇന്ത്യ ഗേറ്റ് ഇത്തിരി മുന്നിൽ തന്നെയാണ്. കാരണം അത്രത്തോളം വലിയ ഒരു സെലക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അതിനുവേണ്ടി ഒരു വലിയ സെക്ഷൻ തന്നെ ഇവിടെയുണ്ട്. മെറ്റീരിയൽസുകളിൽ ഇന്ത്യ ഗേറ്റിന്റെ സെലക്ഷൻ കണ്ണും ചിപ്പിക്കുന്നതാണ്. അത്രത്തോളം ഒരു വലിയ സെക്ഷൻ തന്നെ അതിനുവേണ്ടി ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ലേഡീസിനോടൊപ്പം തന്നെ ജെൻസിന്റെ കാര്യത്തിലും ഇന്ത്യ ഗേറ്റ് ഒട്ടും പിന്നിലല്ല. കാരണം അത്രത്തോളം സെലക്ഷനുകൾ ഇന്ത്യ ഗേറ്റിലുണ്ട്. ഇന്ത്യ ഗേറ്റിൽ ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രത്യേകതയുള്ളത് ബോൺ ബേബീസ് തന്നെയാണ്. ബോൺ ബേബീസിന്റെ ഒരു വലിയ സെക്ഷൻ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഫ്രോക്കാണല്ലേ. ബോൺ ബേബീസിന്റെ ഒരു ചെറിയൊരു സെലക്ഷനാണ് ഫ്രോക്ക്. ആക്ച്വലി നല്ലൊരു ഡിസൈനാണ് ഇവിടെ വരുന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഒപ്പം വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഡക്റ്റ്. ചെറിയ കോസ്റ്റാണ് ഇതിന് വരുന്നുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗേറ്റിന്റെ മെറ്റീരിയൽസുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടൻ്റെ മെറ്റീരിയൽ. ആക്ച്വലി ചൂട് സമയത്തൊക്കെ കുട്ടികൾക്ക് ബേബീസിനൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ ആയിട്ട് വരുന്നത്. അതിൽ കുറച്ചോ ഡിസൈൻ ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഒപ്പം അതോടൊപ്പം വരുന്നത് ഇത് ഓസരി മെറ്റീരിയൽ അല്ലേ. ഓസരി മെറ്റീരിയൽ എങ്ങനെയാണ് ഇതിൻ്റെ പീപ്പിൾ ചോയ്സ് ആൾക്കാർ സെലക്ഷൻ ചെയ്യുന്നത്? നല്ല സെലക്ഷൻ ആയിട്ട് പോകുന്നുള്ള അല്ലെങ്കിൽ ചോയ്സ് ചെയ്തുകൊണ്ട് ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഓസരി മെറ്റീരിയൽ. കൂടുതൽ മൂവിങ് ഉള്ളത് ഓക്കെ. കോട്ടണിലും ഓസരി മെറ്റീരിയലിലുമാണ് ഏറ്റവും കൂടുതലധികം ഇവിടെ മൂവിങ്സ് ഉള്ളത്. കാരണം അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഒപ്പം അത്രത്തോളം കംഫർട്ടബിൾ ആണ്. ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കോട്ടൺ ഉപയോഗിക്കാം. അതേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഓസരി. ഒപ്പം ഇവിടെ ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. കാരണം ഒരുപാട് പ്രൊഡക്ട്സുകൾ ബോൺ ബേബീസിനോടൊപ്പം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞില്ല. കാരണം അത് വിദേശത്ത് നിന്ന് വരെ, അതായത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽസുകൾ ഇവിടെയുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ടീഷർട്ട്. ഒപ്പം കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് ബാബാ സ്യൂട്ട്. കുട്ടികളുടെ ബാബാ സ്യൂട്ട്, അതായത് സിമ്പിളാണ്, നല്ല രസമാണ്. ആക്ച്വലി ഇതൊക്കെ ഒരു കുട്ടി ധരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം അതിലേക്ക് ഷോർട്സ് വരുന്നുണ്ടല്ലേ, ചെറിയൊരു ഷോർട്സും കൂടി വരുന്നുണ്ട്. ഒപ്പം ബോൺ ബേബീസിന് വേണ്ടിയുള്ള വലിയൊരു ഗിഫ്റ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്, ഒരു പ്രസവിച്ചൊക്കെ കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചടങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കിടിലൻ സെലക്ഷനുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം അടിപൊളിയാണ്, നല്ല സെലക്ഷനുകളാണ്. അതിലെ ഒരു ഏകദേശം 2 അല്ലേ, ഒരു പാക്കിൽ ഒരു കിറ്റിൽ 2 പീസ് വരുന്നുണ്ട്. വളരെ അത്യാവശ്യം സിമ്പിളാണ്, മിതമായ റേറ്റുമാണ് ഗിഫ്റ്റിനുള്ളത്. ഇതാണത്, ചെറിയ മിതമായ റേറ്റുമാണ്. ഒരു കിറ്റിൽ ഏകദേശം 2ഓളം പീസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഗേറ്റ് വിപണിയിലേക്ക് ഓരോ പ്രൊഡക്ട്സും എത്തിക്കുന്നത് മിതമായ റേറ്റിലൂടെയാണ്. അത് കസ്റ്റമേഴ്സിന് പരിപൂർണ സംതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുമുണ്ട്. ലേഡീസിന് വേണ്ടിയുള്ള ഒരു വലിയ സെക്ഷൻ തന്നെ ഇന്ത്യ ഗേറ്റിലുണ്ട്. നമുക്ക് ലേഡീസുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, അത്യാവശ്യം ഒരു എങ്ങനെയാണ് മാർക്കറ്റിൽ ടോപ്പ് മൂവിങ് പോകുന്നുണ്ട്? ടോപ്സ് ടോട്ടലായിട്ട് പോകുന്നുണ്ടോ? ടോട്ടലായിട്ട് ചോയ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു ടോപ്പ്
ഇതിൽ തന്നെ പല മോഡൽ വരുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ടോപ്പിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ചെറിയൊരു സിമ്പിൾ ആൻഡ് ഹാർഡായിട്ടുള്ള ഒരു ടോപ്പാണ്. അത്യാവശ്യം ഇവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. 3/4 ആണ് നമ്മുടെ കൈ വരുന്നുള്ളത്. അത്യാവശ്യം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഏകദേശം ധരിക്കാറുള്ളത് ഈ ടൈപ്പിലുള്ളതാണ്. ഒപ്പം നെക്കിൽ ഒരു ചെറിയ ഡിസൈനാണ്. നെക്ക് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബട്ടൺസിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഒപ്പം പുതിയ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ് ഏകദേശം ഇവിടെ ഒരു കട്ടിങ് വരുന്നുള്ളത്. അത് ഏകദേശം എല്ലാ ടോപ്പിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഏകദേശം വരുന്ന ടോപ്പൊക്കെ ഏകദേശം പെൺകുട്ടികൾ ചൂസ് ചെയ്യുന്നുള്ളത് ഇത്തരത്തിലുള്ള ടോപ്പാണ്. ഏതെങ്കിലും ഫംഗ്ഷൻസിനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്സാണ് ഇന്ത്യ ഗേറ്റിൻ്റെ എടുത്തു പറയേണ്ട സെലക്ഷനുകളിൽ. ഓക്കെ, ടോപ്പാണ് ആക്ച്വലി ലോങ് ആയിട്ടുള്ള ടോപ്പാണ്. അതിൽ ഏകദേശം അംബർല ടൈപ്പ് അല്ലേ, അംബർല ടൈപ്പിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ വരുന്നുള്ളത്. ഇതിനെ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളൊക്കെ വരാറുണ്ട്, ചെറിയ പെൺകുട്ടികളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്റ്റോൺസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒപ്പം ബട്ടൺസിൽ ഒരു ചെറിയ ഡിസൈനുകളുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിട്ട്. രണ്ട് സൈഡിലുള്ള കൈയുടെ ഫിനിഷിങ്ങിൽ സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഇന്നത്തെ കുട്ടികളൊക്കെ ഒരു സെലക്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇത്. ജെൻസിൻ്റെ സെക്ഷനുകളും അത്യാവശ്യം മികച്ചത് തന്നെയാണ് ഇന്ത്യ ഗേറ്റിലേക്ക്. നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഷർട്ടാണല്ലേ. ഓക്കെ, ഏത് ബ്രാൻഡാണ് ഇത് വരുന്നുള്ളത്? ചുട്ട. ഓക്കെ, ചുട്ട എന്ന ഒരു ബ്രാൻഡിലുള്ള ഒരു ഷർട്ടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അല്ലേ, ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. അകത്തൊരു കൂള് ഫീൽ ചെയ്യും നമുക്ക്. അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം മിതമായ റേറ്റിലാണ് ഇന്ത്യ ഗേറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുള്ളത്. ചെറിയ റേറ്റിലാണ്. നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒപ്പം ജീൻസിലും അത്യാവശ്യം കുറച്ച് സെലക്ഷനുകൾ ഇന്ത്യ ഗേറ്റിലുണ്ട്. ഒരു പ്ലൈൻ അല്ലേ, പ്ലൈനൊപ്പം ഒരു പുഷായിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈനാണ്. അപ്പം സാധാരണ ഗതിയിലുള്ള ഒരു പാൻറ്റാണ്. അത്യാവശ്യം ബാക്കൊക്കെ ഒരു ചെറിയ ഡിസൈന്, ചെറിയൊരു ഷെയ്ഡ് പോകുന്നുണ്ട്. അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് പാൻറ്റിൻ്റെ കാര്യത്തിൽ വരുന്നുള്ളത്. ഒപ്പം വേറെയും കുറച്ചുണ്ട്, പക്ഷേ ഏകദേശം പ്ലൈന് അതിലൊരു ചെറിയൊരു ഷെയ്ഡ് പാസ്സാവുന്നുണ്ട്. ഒപ്പം സിമ്പിൾ, നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള എനിക്ക് തോന്നുന്ന ഏറ്റവും മാർക്കറ്റിലെ ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് ഇന്ത്യ ഗേറ്റ് അവരുടെ ജീൻസിനെ മാർക്കറ്റിലേക്ക് ഇറക്കുന്നുള്ളത്. ചെറിയ കുട്ടികളുടെ, അതായത് നമ്മൾ നേരത്തെ പെൺകുട്ടികൾ 10-12 വയസ്സുള്ള പെൺകുട്ടികളുടെ വസ്ത്രങ്ങളെ കുറിച്ച് പരിചയപ്പെട്ടു. അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ സെക്ഷൻ തന്നെയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു സിമ്പിളായിട്ടുള്ള ഷർട്ടാണ്. അത്യാവശ്യം ഈ ബ്രാൻഡ് ടൈപ്പിലൊക്കെ വരുന്ന ഒരു മോഡലാണ് ഇതിലുള്ളത്. നമ്മുടെ ഈ കോളറൊക്കെ വളരെയധികം ബാക്കായിട്ട് ഒരു ബട്ടൺസ് വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ബ്രാൻഡ് ഷർട്ടുകളിലൊക്കെ വരുന്ന ഒരു ഫീല്, വലിയ ആളുകളുടെ ബ്രാൻഡ് ഷർട്ടുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഫീലാണ് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു ലുക്കായിരിക്കും. കാരണം ഒരു നമ്മുടെയൊക്കെ ഈ ഒഫീഷ്യൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെക്ക് ടൈപ്പിൽ പെട്ട ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട്, അങ്ങനെ തന്നെ വേണം പറയാൻ. കുട്ടികളുടെ, അതായത് 10-12 വയസ്സുള്ള കുട്ടികളുടെ ഷർട്ടിനെ കുറിച്ച് പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ പുതിയ എന്താ പറയുന്നത് ജെൻസിൻ്റെ മോഡലിൽ വരുന്ന അങ്ങനെയുള്ള ടൈപ്സിലാണ് ഈ 10-12 വയസ്സുള്ള കുട്ടികൾക്കുള്ള പാൻസും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, സ്ക്രാച്ചിൽ നമ്മൾ വിശദമായി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ജെൻസിൻ്റെ ടൈപ്പിലുള്ള, അതായത് നോർമലി ഒരു 20-25 മോഡൽ വരുന്നുള്ള അല്ലേ, അത്തരത്തിലുള്ള ടൈപ്പിലുള്ള ജീൻസുകളാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രാച്ച് ആയിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ്. ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്കായിരിക്കും. അങ്ങനെയുള്ള ഒരു സെലക്ഷനുകളുണ്ട്. ഒപ്പം അതോടൊപ്പം തന്നെ ഒരുപാട് പാൻസിൽ സ്ക്രാച്ച് വരുന്ന ടൈപ്പിലുള്ള ഒരുപാട് സെലക്ഷനുകളുണ്ട്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള എല്ലാവിധ ശേഖരണങ്ങളും ഇന്ത്യ ഗേറ്റിലുണ്ട്. ആദ്യമേ പറഞ്ഞ ഒരു കാര്യമാണ് ലേഡീസിൻ്റെ സെക്ഷനുകൾ.
ഒരു വലിയ പ്രത്യേകത തന്നെയുണ്ട്. അത് ഷോൾസിൻ്റെ കാര്യം ഏറ്റെടുത്താലും ശരി, ടോപ്സിൻ്റെ കാര്യമായാലും ശരി, നല്ല ഒരു സെലക്ഷനുകൾ തന്നെ ഇന്ത്യ ഗേറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷോൾസിൽ നല്ല ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. ഒപ്പം സിമ്പിളാണ്, എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോൾസ്, അത്യാവശ്യം ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷോൾസ് തന്നെയാണ് ഇന്ത്യ ഗേറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടൗൺ ടോപ്പിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് പരിചയപ്പെട്ടത് ഇന്ത്യ ഗേറ്റിനെയാണ്. ഇനിയും ഒരുപാട് പുതിയ എപ്പിസോഡുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. നന്ദി, നമസ്കാരം.